തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. കേരളത്തിലെ മാർത്തോമാ നസ്രാണികൾ വളരെയധികം പ്രാധാന്യത്തോടെ ആചരിച്ചു പോരുന്ന ഒരു നോമ്പാചരണമാണ് എട്ട് നോമ്പ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ നോമ്പാചരണത്തിന്. ചരിത്രം പറയുന്നു ഏതാണ്ട് 9-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ എട്ട് നോമ്പാചരണം നിലവിലിരുന്നു എന്ന്. ഇത് പ്രധാനമായിട്ടും സ്ത്രീകൾ, പ്രത്യേകിച്ച് യുവതികൾ അല്ലെങ്കിൽ കന്യകകൾ ആചരിച്ചു പോന്നിരുന്ന ഒരു ആചരണമാണ്. പക്ഷേ ഇന്ന് അവർ മാത്രമല്ല, എല്ലാവരും ഈ നോമ്പാചരണത്തിൽ പങ്കുചേരുന്നതായിട്ട് കാണുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടാണ് ഈ നോമ്പാചരണം നടത്തുക. ചാരിത്രശുദ്ധി അത് ഏറെ പ്രാധാന്യത്തോടെ സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ മാർത്തോമാ നസ്രാണികൾ. ഒരു കാലഘട്ടത്തിൽ അതിന് ഭീഷണിയുണ്ടായപ്പോൾ അതിൽ നിന്ന് വിമുക്തി പ്രാപിക്കുവാൻ നേർച്ച നേർന്ന് ആരംഭിച്ചതാണ് എട്ട് നോമ്പ് ആചരണം എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ഉപവാസമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ഭീഷണിയിൽ നിന്ന് അവർക്ക് അന്ന് മുക്തി കിട്ടി. ഇങ്ങനെ തങ്ങളുടെ ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിട്ട് ആ സംഭവത്തെ അവർ കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നും ഈ നോമ്പാചരണം നടക്കുക. മിക്കവാറും എല്ലാ ദേവാലയങ്ങളെയും കേന്ദ്രീകരിച്ച് ഇപ്രകാരമുള്ള നോമ്പാചരണം ഇന്ന് നടന്നു പോരുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് അതിന് പ്രസക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചാരിത്ര്യം ഇന്ന് വളരെയേറെ ലംഘിക്കപ്പെടുന്നുണ്ട്. കന്യകാത്വത്തിന് ഭംഗം വരുന്നുണ്ട്. ബ്രഹ്മചര്യ ജീവിതം പലപ്പോഴും തകർന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വലിയ ദാനം, ആ വിശുദ്ധി അത് സംരക്ഷിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. പക്ഷേ കേവലം മാനുഷിക ശക്തി കൊണ്ട് മാത്രം അത് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്ക് ഈ കന്യകാത്വം അതിൻ്റെ സംശുദ്ധിയിൽ അല്ലെങ്കിൽ ചാരിത്രശുദ്ധി അതിൻ്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ഒരു വിശുദ്ധി സംരക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ സഹായം അമ്മയോട് ചേർന്ന് തേടുന്ന അവസരമാണ് എട്ട് നോമ്പ് ആചരണമെന്ന് പറയുന്നത്. അതിനാൽ ഈ ആചരണം തീർച്ചയായിട്ടും ആചരണത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പ്രാധാന്യവും കൂടുതൽ ആളുകൾ മനസ്സിലാക്കുവാൻ, അത് അവരുടെ കഴിവനുസരിച്ച് ആചരിക്കുവാനും
ഇടയാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാളിൽ ആ അമ്മയുടെ ഏറ്റവും മാതൃകാപരമായ ആ ജീവിതം, പരിശുദ്ധിയുടെ ആ ജീവിതം, കന്യകാത്വത്തിൽ ഭംഗം വരാതെ ജീവിച്ച ആ മറിയത്തിൻ്റെ ആ ഒരു ജീവിത മാതൃക, അത് ഏവർക്കും പ്രചോദനമാകട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായം ഈ കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നുറുങ്ങുവെട്ടം